ഉള്ളവർ നമ്മുടെ ഇന്നസെൻ്റ് ഏതോ ഒരു മൂവിയുടെ ഒരു ചെറിയ ക്ലിപ്പ് കാണാനിട വന്നു. അല്പം ചിന്തിക്കാൻ പറ്റുന്ന ഒരു സംഭവമായിരുന്നു. നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യുക, ഒന്ന് കാണുക. ഇതാണ് സംഭവം, ഞാനൊന്ന് പ്ലേ ചെയ്യാം. നീ എന്നെ കണ്ടുപഠിക്കും. തലയ്ക്ക് മീതെ വെള്ളം വന്നാൽ അതിന് മീതെ തോണി, അത്രയുള്ളൂ. ഈ ജീവിതം അങ്ങടെ അവസാനിപ്പിച്ചാലോ എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ വിചാരിക്കും, ഈ ലോകത്തെ സുഖങ്ങൾ മാത്രം അനുഭവിക്കാനല്ലല്ലോ കർത്താവ് നമ്മളെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് സ്ട്രൈക്ക് ചെയ്ത കാര്യം, ഒന്ന് പറയണമെന്ന് തോന്നിയ കാര്യം, അതായത് അദ്ദേഹം പറഞ്ഞ സിനിമയ്ക്കകത്തെ ഡയലോഗ് ആണെങ്കിൽ പോലും പറഞ്ഞിരിക്കുന്നത് ഈ ജീവിതം അങ്ങോട്ട് അവസാനിപ്പിച്ചാലോ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് അങ്ങനെയുള്ള സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്ന ധാരാളം മനുഷ്യരുണ്ടാകും. ഇൻ കേസ് എന്തെങ്കിലും പ്രോബ്ലംസ് ലൈഫിലുണ്ടായിട്ട്, ചീറ്റ് ചെയ്യപ്പെട്ടിട്ട്, അങ്ങനെയൊക്കെയാണല്ലോ ഓരോരുത്തർ ഈ ആത്മഹത്യയിലേക്കൊക്കെ പോകുന്നത്. കൂടുതലും അതാണല്ലോ. അല്ല അങ്ങേയറ്റം സുഖം കയറിയിട്ട് ആരും ആത്മഹത്യ ചെയ്ത ചരിത്രമൊന്നും ഉണ്ടായിട്ടില്ല. അതൊക്കെ ഏതൊരു സിനിമയിൽ ഞാൻ കണ്ടു കേട്ടിട്ടുണ്ട്. മമ്മൂക്കയുടെ ഏതൊരു പടത്തിൽ, ബെന്നോ, മിസ്റ്റർ ബെൻ, അങ്ങനെ എന്തോ ഒരു പേരിൽ അങ്ങേരുടെ അദ്ദേഹത്തിൻ്റെ പേര് അങ്ങനെ എന്തോ ആണെന്ന്, അങ്ങനെ ഒരു മൂവി, ആ മൂവിയുടെ പേര് ഓർമ്മയില്ല. അപ്പോൾ അമിതമായ സന്തോഷം അങ്ങോട്ട് അനുഭവിച്ചിട്ട് അത് അങ്ങനെ ഒരു കഥാപാത്രം മമ്മൂട്ടി ചെയ്തായിരുന്നു. അപ്പോൾ അങ്ങ് സന്തോഷം കയറിയിട്ട് ആത്മഹത്യ ചെയ്ത പ്രശ്നങ്ങളുടെ നടുവിലായിരിക്കാം, ചീറ്റ് ചെയ്യപ്പെട്ടിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ കാര്യങ്ങളെ സാമ്പത്തിക പ്രശ്നത്താലായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും എമോഷണൽ ചീറ്റിങ്ങിലാവാം. ഓക്കെ. അപ്പം എനിക്ക് തോന്നുന്ന ഒരു അഭിപ്രായം, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, ഇൻ കേസ് ഒരു പേഴ്സണൽ ചീറ്റിംഗ് അങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നടന്നു നിൽക്കുക, അപ്പം ഞാനെന്ന വ്യക്തിയാണെങ്കിൽ അതിനെ എങ്ങനെ ഫേസ് ചെയ്യും എന്നതിനെക്കുറിച്ചിട്ടാണ് ഇപ്പോൾ പറയുന്നത്. എന്നെ ഒരാൾ ചീറ്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ ചെയ്യുന്നത്, ആൾ എന്ത് ചെയ്തു, എന്നോട് എന്ത് കാണിച്ചു എന്ന് വിത്ത് പ്രൂഫ് ഐ വിൽ റിവീൽ ഇറ്റ്. എന്നെ എന്താ പറയണ്ടേ, എൻ്റെ അടുത്ത് ഫൗള് കാണിച്ചിട്ട് ആൾ അങ്ങ് സ്വതന്ത്രമായിട്ട് ജീവിക്കുന്നത് ശരിയല്ല. ഐ ഹാവ് ടു പ്രൂവ് ദാറ്റ് സമ്മൺ ഹാസ് ചീറ്റഡ് മീ. അവിടെയാണ് എൻ്റെ കാലിബർ, അതാണ്. അങ്ങനെ ആയിരിക്കണം എല്ലാവരും. അല്ലാണ്ട് നിങ്ങൾ പേടിച്ചോടുകയല്ല വേണ്ടത്. നിങ്ങൾ പോയി കെട്ടിത്തൂങ്ങി ചാകാനും വിഷം കഴിക്കാനും അല്ല ശ്രമിക്കേണ്ടത്. ഓക്കെ. അതുപോലെ തന്നെ അപ്പോൾ അങ്ങനെ ഒരു നിങ്ങൾ റിവീൽ ചെയ്യാൻ പോകുന്നതിന് മുന്നേ നിങ്ങൾ സേഫ് ആണോ എന്നുള്ളതും കൂടെ ഒന്ന് നോക്കേണ്ടതുണ്ട്. അത് മറ്റൊരു വസ്തുത. പിന്നെ ഇതുപോലെ അല്ലാണ്ട് നിങ്ങളെ എമോഷണലി അറ്റാക്ക് ചെയ്യുന്ന, അടിച്ചതാക്കാൻ നോക്കുന്ന ആൾക്കാരുണ്ട്, ഒരുപാടുണ്ട്. അപ്പോൾ അതിലൊന്നും തളർന്നു പോകാതെ നിങ്ങൾ ചെയ്യേണ്ടത് അവരുടെയൊക്കെ മുമ്പിൽ ജീവിച്ച് കാണിക്കുകയാണ് വേണ്ടത്. നിങ്ങൾ ജീവിച്ച് കാണിക്കുമ്പോൾ, നിങ്ങളെ തളർത്താൻ ശ്രമിക്കുന്നവരുടെ മുമ്പിൽ നിങ്ങൾ ജീവിച്ച് കാണിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ ഇല്ലാതാക്കാൻ, നിങ്ങളെ അടിച്ചൊതുക്കാൻ ശ്രമിക്കുന്നവർ ഇല്ലാതായി പോവുകയാണ്. കാര്യം നട്ടലുയർത്തി നിങ്ങൾ അവരുടെ മുമ്പിൽ ജീവിക്കുമ്പോൾ അവരങ്ങ് ചുരുങ്ങി പോവുകയാണ്. അയ്യോ, എത്ര ശ്രമിച്ചിട്ട് അവൾ ഒതുങ്ങുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞെന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ? ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ നമ്മളെ ഒതുക്കാൻ ശ്രമിക്കുന്ന